ഹലോ ഗൈസ്, അപ്പം ഞാനിന്ന് നിങ്ങളെ ഈ വീഡിയോയ്ക്കത് ഇപ്പം കുളിച്ച് നനച്ച് നിൽക്കുകയാണ്. കുളിച്ച് നനച്ച് ഞാൻ എങ്ങോട്ട് പോകുന്നു എന്നായിരിക്കും ഇപ്പം ആലോചിക്കുന്നത്. എങ്ങും പോകല്ല, 2-3 സ്ഥലത്ത് പോകാനുണ്ട്, എസ്പെഷ്യലി ഒരാളെ കാണാൻ പോകാനുണ്ട്. അതിന് വേണ്ടിയിട്ട് കുളിച്ച് നനച്ചൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അമ്മ വന്നിട്ട് അറിയാൻ പറ്റുള്ളൂ ഇന്ന് പോകുന്നുണ്ടോ ഇല്ലയോ, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ. അപ്പം വിചാരിച്ച് പോകുന്ന സ്ഥലവും മീറ്റ് ചെയ്യുന്ന ആളെയും പിന്നെ ഒരു ലിറ്റിൽ ആളുണ്ട്, ആ ആളെ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വെച്ചു. കമോൺ ഗൈസ്, നമുക്ക് പോകാം. റേഷൻ കടയിൽ പോവാം ഗൈസ്. സത്യം പറഞ്ഞാൽ എൻ്റെ ആവശ്യമില്ല, പിന്നെ ഞാൻ ഇനി അള്ളിപ്പിടിച്ച് പോകുന്നതേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മെയിനായിട്ട് ഒരിടത്ത് പോകാനുള്ളത്. ഇനി അവിടെ റേഷൻ വാങ്ങിക്കാൻ പോയിരിക്കും. സത്യം പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഇനിയും ഒരിടം കൂടെ പോകാനുണ്ട്. അവിടെയും എൻ്റെ ആവശ്യമൊന്നുമില്ല, പിന്നെ ജസ്റ്റ് കറങ്ങാൻ കിട്ടുന്ന അവസരം നമ്മൾ പാഴാക്കില്ല. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആവശ്യമുള്ളത് ഒരിടത്ത് പോകാനായിട്ട്. കണ്ണാടി കൊള്ളാം. ഗുളിക വാങ്ങിക്കാൻ പോവുകയാണ് ഗൈസ്, ഇവിടെ ജനൌഷധി കേന്ദ്രത്തിൽ മുത്തശ്ശിക്ക്. സത്യം പറഞ്ഞാൽ ഇവിടെയും എൻ്റെ യാതൊരു ആവശ്യവുമില്ല, എന്നിട്ടും ഒന്നും കെട്ടി വന്നു. വീട്ടിലിരുന്നാൽ മടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങുന്നത്. വണ്ടിയിൽ കയറി എനിക്ക് ഡ്രൈവിങ് അറിയാമെന്നുള്ള ഭാഗത്ത് ഞാൻ ഇരിപ്പുണ്ട്, പക്ഷേ എനിക്ക് ഡ്രൈവിങ്. അപ്പോൾ നമ്മൾ അതിനുമായിട്ട് ചാലാപ്പള്ളി പോവുകയാണ് ടു മീറ്റ് പഞ്ചമി. നമ്മൾ ഈ സാധനം കൊണ്ട് അവളെ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ ഈസ് പ്രഗ്നൻറ്റ് ഗൈസ്, പ്രഗ്നൻ്റ് ആണ്. സോ വി ആർ ഗോയിങ് ടു മീറ്റ് ഹെർ ആൻഡ് ലിറ്റിൽ വൺ എന്ന് പറയുമ്പോൾ ലിറ്റിൽ വൺ പുറത്ത് വന്നിട്ടില്ല ഗൈസ്, അകത്ത് തന്നെയാണ്. വയർ കാണും. അപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു അവൾ വീട്ടിലുണ്ടോ എന്ന്. ഇപ്പോൾ മെസ്സേജ് അയച്ചു വന്നു എന്നാണ്. അപ്പം നമുക്ക് കുട്ടി നമ്മൾ പഞ്ചമിയുടെ വീട്ടിലെത്തി. നമുക്ക് പടിപടിയായി മുന്നോട്ട് ചെന്ന് കാണാം. ഇനി അതാ മുന്നിലേ പോകുന്നുണ്ട് ഗൈസ്. നമുക്ക് പടികൾ കയറി അയ്യപ്പനെ കാണാൻ പോകുന്ന പോലെ കാണാൻ വരും. പൊക്കോ പൊക്കോ പൊക്കോ, ഞാൻ പിടിച്ചോളാം. ഓ എന്താ വേണ്ട, ഞാൻ പിടിച്ചോളാം, അങ്ങോട്ട് പൊക്കാട്ട്. വീഡിയോയ്ക്കകത്ത് അടിയും കൂടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പേടിക്കുന്നുണ്ട് ഗൈസ്. ഹലോ ഗൈസ്, ഇങ്ങോട്ട് ഇങ്ങോട്ട് വാന്ന്, ഇങ്ങോട്ട് വാന്ന്, ഇങ്ങോട്ട് വാ. അപ്പം ഞാൻ ഇന്ന് പഞ്ചമിയെ കാണാനാണ് പോയത്. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മാവൻ്റെ മോള്, പക്ഷേ മോർ ദാൻ ഒരു ചേച്ചിയെക്കാട്ടിലും എനിക്ക് അവളോട് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലെ എനിക്കുണ്ട്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ വൾണറബിൾ ആയിട്ട് വരെ എനിക്ക് അവളുടെ അടുത്തിരിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് എനിക്ക് അവളുടെ അടുത്തിരിക്കാൻ പറ്റും. ഞങ്ങൾ കൂടെ ഇങ്ങനെ ഒരുമിച്ചുള്ളപ്പം ഐ ഫീൽ സോ ബ്ലെസ്ഡ് ടു ഹാവ് എ സിസ്റ്റർ ലൈക്ക് ഹെർ. കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഒട്ടും ടൈം പോകുന്നു അറിയത്തില്ല. ഭയങ്കരമായിട്ട് നമ്മൾ ചിരിച്ച് മറിഞ്ഞ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് ഞാൻ അവളുടെ അടുത്താണ് എനിക്ക് തോന്നി ഞാൻ ഇരുന്നിട്ടുള്ളത്. കാരണം എപ്പോഴും ചുമ്മാ പറയുന്ന ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മൾ നന്നായിട്ട് ചിരിക്കുകയും എൻജോയ് ചെയ്യുക ആ ഒരു ടൈം. ഇപ്പം അവൾ പ്രഗ്നൻ്റ് ആണ്. നമ്മുടെ ലിറ്റിൽ വണ്ണ് അറൈവ് ആകാൻ ഇനിയും മാസങ്ങളുണ്ട്. പക്ഷേ എന്നാലും ഇന്ന് പോയി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും മനസ്സിനൊരു ആശ്വാസം തോന്നി, സന്തോഷം തോന്നി. അങ്ങനെ സന്തോഷം തോന്നി. എന്തായാലും നമ്മുടെ ലിറ്റിൽ വൺ വരാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. നന്നായിട്ട് ആരോഗ്യത്തോടു കൂടി നല്ലൊരു ബേബി വരട്ടെ. അവളെപ്പോലെ തന്നെ കുറുമ്പത്തിയായിട്ട് നല്ലൊരു ബേബി, കുറുമ്പത്തിയോ കുറുമ്പനോ ഒക്കെ വരട്ടെ. അതൊക്കെ പറയാനുള്ളൂ. ലവ് യു പഞ്ചമി. അപ്പോൾ ഗൈസ്, നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ സംസാരിച്ച് ചായ കുടിച്ച് ഇങ്ങനെ ഇരുന്നു. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ടിൽ ദെൻ ബൈ.